Welcome to the second part of some basic concepts of chemistry. നമ്മളിന്ന് പഠിക്കുന്നത് ഇതാണ് നമ്മുടെ പോയിന്റ്, ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു കോമ്പൗണ്ട്സ് ആർ ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് എലമെന്റ്സ്. ഇവിടെ രണ്ട് കോമ്പൗണ്ടിന്റെ ഫോർമേഷൻ ഞാൻ എഴുതിയിട്ടുണ്ട്. ഒന്ന് വാട്ടർ എന്ന് പറയുന്ന കോമ്പൗണ്ടിന്റെ ഫോർമേഷനാണ്. നിങ്ങൾ നോക്കി, ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്താണ് വാട്ടർ ഫോം ചെയ്യുന്നത്. രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കി, കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ട് ഫോം ചെയ്യുന്നു. അത് എങ്ങനെയാണെന്ന് നോക്കി, കാർബണും ഓക്സിജനും കമ്പൈൻ ചെയ്ത. അതുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് കോമ്പൗണ്ട്സ് ആർ ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് എലമെന്റ്സ്. അപ്പോൾ ഒരു സംശയമുണ്ട്, ഈ എലമെന്റ്സിന് ചുമ്മാ കമ്പൈൻ ചെയ്യാൻ പറ്റുമോ? ചുമ്മാ കമ്പൈൻ ചെയ്ത് കോമ്പൗണ്ട് ആക്കാൻ പറ്റുമോ? അവിടെ എന്തെങ്കിലും ഒരു പ്രത്യേക രീതിയിലാണോ ഇവന്മാരെ കമ്പൈൻ ചെയ്യേണ്ടത്? അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച കോമ്പൗണ്ടിൻ്റെ ഫോർമേഷനെ കുറിച്ച് ഞാൻ ഒന്നുകൂടി ഡിഫൈൻ ചെയ്യാൻ ശ്രദ്ധിച്ച് കേൾക്കുക. കോമ്പൗണ്ട്സ് ആർ ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് എലമെന്റ്സ് ഇൻ എ ഫിക്സ്ഡ് പ്രൊപ്പോർഷൻ ബൈ മാസ്. അതായത് ചുമ്മാ കൂടുതൽ കമ്പൈൻ ചെയ്യാൻ പറ്റില്ല, അതൊരു ഫിക്സ്ഡ് പ്രൊപ്പോർഷനിലായിരിക്കണം. മാസിൻ്റെ ഒരു സ്ഥിരമായ അനുപാതത്തിൽ വേണം കമ്പൈൻ ചെയ്ത് കോമ്പൗണ്ട് ഫോം ചെയ്യും. എക്സാമ്പിളായിട്ട് വാട്ടറിൻ്റെ കേസിൽ വാട്ടർ ഫോം ചെയ്യുന്നത് ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്താണ്. ഹൈഡ്രജനും ഓക്സിജനുമായിട്ടുള്ള മാസിൻ്റെ റേഷ്യോ 1:8 എന്നായിരിക്കണം. അതായത് 1 ഗ്രാം ഹൈഡ്രജൻ 8 ഗ്രാം ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് വാട്ടർ ഫോം ചെയ്യണം. അപ്പോൾ ഹൈഡ്രജൻ്റെ ഓക്സിജൻ്റെ റേഷ്യോ 1:8 ആണ്. ഈ റേഷ്യോയിലല്ല കമ്പൈൻ ചെയ്തെങ്കിൽ ഒരിക്കലും വാട്ടർ ഫോം ചെയ്യില്ല. അതുകൊണ്ടാണ് നമ്മുടെ കോമ്പൗണ്ടിന്റെ ഫോർമേഷനിൽ നമ്മൾ ഇങ്ങനെ പറയുന്നത്, കോമ്പൗണ്ട്സ് ആർ ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് എലമെന്റ്സ് ഇൻ എ ഫിക്സ്ഡ് പ്രൊപ്പോർഷൻ ബൈ മാസ്. അപ്പോൾ ഈ കോമ്പൗണ്ടിന്റെ ഫോർമേഷന് ചില ലോകളുണ്ട്, ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതിന്റെ പേരാണ് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ. നമുക്ക് 4 ലോയാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ലോ, law of conservation of mass. Second law, law of definite proportion. Third law, law of multiple proportion. Fourth law, Gay-Lussac's law of combining volume. ഇങ്ങനെ 4 ലോ പഠിച്ചു കഴിയുമ്പോൾ ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ എന്ന് പറയുന്ന പാർട്ട് കംപ്ലീറ്റ് ആണ്. അതിൽ ആദ്യത്തെ ലോയിലേക്ക് നമ്മൾ പോവുകയാണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പ്രൊപ്പോസ് ചെയ്ത സയന്റിസ്റ്റിന്റെ പേര് ലാവോസിയർ. ലാവോസിയർ ഫാദർ ഓഫ് കെമിസ്ട്രി എന്നറിയപ്പെടുന്ന ആളാണ് ലാവോസിയർ എന്ന് പറയുന്ന ആൾ. അപ്പം ഈ ലാവോസിയർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഈ ലോയിലൂടെ പറയുന്നത് ഇതാണ്: ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ദ ടോട്ടൽ മാസ് ഓഫ് റിയാക്ടന്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ മാസ് ഓഫ് പ്രോഡക്റ്റ്. അല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതിയിലും ഇതേ ഐഡിയ തന്നെ നമുക്ക് വേറൊരു രീതിയിലും എക്സ്പ്രസ് ചെയ്യാം. മാറ്റർ ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. നമുക്ക് രണ്ടും ഒന്ന് നോക്കാം. ആദ്യമേ പറഞ്ഞതാണ്, ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ദ ടോട്ടൽ മാസ് ഓഫ് റിയാക്ടന്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ മാസ് ഓഫ് പ്രോഡക്റ്റ്. അതായത് ഒരു കെമിക്കൽ റിയാക്ഷനിൽ റിയാക്ടന്റ് എന്ന് പറയുന്ന സാധനങ്ങളുടെ, റിയാക്ട് ചെയ്യുന്ന സാധനങ്ങളുടെ ടോട്ടൽ മാസും പ്രോഡക്റ്റ് ഫോം ചെയ്തതിൻ്റെ ടോട്ടൽ മാസും ഒരുപോലെ ആയിരിക്കും. അതിനൊരു എക്സാമ്പിൾ ഇവിടെ കിടക്കുന്നത്. നമുക്ക് ഈ 2 എക്സാമ്പിൾ കിടപ്പുണ്ട്. നമുക്ക് ആദ്യം ഇതിൻ്റെ കാര്യം നോക്കാം. ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്ത് വാട്ടർ ഫോം ചെയ്യുന്നു. അപ്പം ഹൈഡ്രജൻ 4 ഗ്രാം റിയാക്ട് ചെയ്യുന്നുണ്ട് ഇവിടെ. ഓക്സിജൻ 32 ഗ്രാം റിയാക്ട് ചെയ്യുന്നുണ്ട്. വാട്ടർ ഫോം ചെയ്തത് 2 × 18 36 ഗ്രാം ആണ്. അപ്പം ഇവിടെ ടോട്ടൽ മാസ് ഓഫ് റിയാക്ടൻ നമുക്ക് കിട്ടണമെങ്കിൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം. ആഡ് ചെയ്ത് എത്ര കിട്ടുമെന്ന് നോക്കി, 4 + 32 36 എന്ന് കിട്ടും. 2 × 18 എത്രയാണ്? 36. അപ്പോൾ ആ ലോ പറയുന്നത് പോലെയല്ലേ, ടോട്ടൽ മാസ് ഓഫ് റിയാക്ടന്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ മാസ് ഓഫ് പ്രോഡക്റ്റ്. നമുക്ക് ഒരു എക്സാമ്പിൾ കൊണ്ട് നോക്കാം. കാർബണും ഓക്സിജനും കമ്പൈൻ ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് ആകുന്ന റിയാക്ഷൻ നോക്കി. അവിടെ 12 ഗ്രാം കാർബൺ റിയാക്ട് ചെയ്യുന്നുണ്ട്, 32 ഗ്രാം ഓക്സിജൻ ഉണ്ട്. ഇനി ഉണ്ടായ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മാസ് 44 ഗ്രാം ആണ്. അപ്പം റിയാക്ടന്റിന്റെ ടോട്ടൽ മാസ് എത്രയാണെന്ന് നോക്കി, 12 + 32 44 ഗ്രാം. ടോട്ടൽ മാസ് ഓഫ് പ്രോഡക്റ്റ് എത്രയാണ്? 44 ഗ്രാം. അപ്പോൾ നോക്കി, ആ ലോ പറഞ്ഞത് ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. നിങ്ങൾക്കിപ്പോൾ കാര്യം ക്ലിയർ ആയി കാണും. ഇൻ എ കെമിക്കൽ റിയാക്ഷൻ
total mass of reactant is equal to total mass of product. രണ്ടാമത് നമ്മൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. Matter can neither be created nor be destroyed. മാറ്ററിനെ ക്രിയേറ്റ് ചെയ്യാനോ ഡിസ്ട്രോയ് ചെയ്യാനോ പറ്റില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഐഡിയ തന്നെ വേറൊരു സെന്റൻസ് ആക്കി പറയുന്നതേ ഉള്ളൂ. ഇവിടെ 36 ഗ്രാം റിയാക്റ്റന്റ് ഇല്ലേ, പ്രോഡക്റ്റും 36 ഇല്ലേ, അപ്പം പുതുതായിട്ട് മാസ് ഉണ്ടായോ? ഇല്ല. നഷ്ടപ്പെട്ടോ? ഇല്ല. അപ്പം മാറ്ററിനെ അല്ലെ മാസിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, നശിപ്പിക്കാനും പറ്റില്ല. അത് തന്നെയാണ് the total mass of reactant is equal to total mass of product എന്ന് പറയുന്ന സംഭവം. ഇതാണ് law of conservation of mass. In a chemical reaction, the total mass of reactant is equal to total mass of product. Or in a chemical reaction, matter can neither be created nor be destroyed. ഒരു കെമിക്കൽ റിയാക്ഷനിൽ മാസ് ക്രിയേറ്റ് ചെയ്യാനോ നശിപ്പിക്കാനോ സാധിക്കത്തില്ല. അല്ലെങ്കിൽ ഒരു കെമിക്കൽ റിയാക്ഷനിലെ റിയാക്റ്റൻസിന്റെ ടോട്ടൽ മാസും പ്രോഡക്റ്റിന്റെ ടോട്ടൽ മാസും എപ്പോഴും ഈക്വൽ ആയിരിക്കും. നമ്മുടെ രണ്ടാമത്തെ ലോയാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. പ്രപ്പോസ് ചെയ്ത സയന്റിസ്റ്റിന്റെ പേര് ഇവിടെയുണ്ട്, ജോസഫ് പ്രൗസ്റ്റ്. അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഞാനൊന്ന് പറയാം. Irrespective of the source, same compound always contains same elements combined in a same fixed proportion by mass. ശരിയല്ല, ഇത് കൂടുതലാണ്. ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ച് കിട്ടി. ഇറസ്പെക്റ്റീവ് ഓഫ് ദ സോഴ്സ്, അതായത് ഏത് സോഴ്സിലൂടെ എങ്ങനെയാണ് ഉണ്ടായത് എന്നതിനെ നമ്മൾ കാര്യമാക്കേണ്ട. ഇറസ്പെക്റ്റീവ് ഓഫ് ദ സോഴ്സ്, സെയിം കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻസ് സെയിം എലമെന്റ്സ്. ഒരേ കോമ്പൗണ്ടിൻ്റെ അകത്ത് എപ്പോഴും ഒരേ എലമെന്റ് ആയിരിക്കും. കമ്പൈൻഡ് ഇൻ ദ സെയിം ഫിക്സ്ഡ് പ്രൊപ്പോർഷൻ മാസ് ബൈ മാസ്. അത് കമ്പൈൻ ചെയ്തേക്കുന്നത് ഒരു സെയിം ഫിക്സ്ഡ് പ്രൊപ്പോർഷൻ ബൈ മാസിലായിരിക്കും. നമുക്കിതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ കാര്യങ്ങൾ കുറെ കൂടെ ക്ലിയർ ആകും. ഇത് നോക്കി, ഇവിടെ ഈ രണ്ട് ഡിഫറെൻറ്റ് കെമിക്കൽ റിയാക്ഷനാണ്. ആദ്യത്തെ റിയാക്ഷൻ നമുക്ക് ഇങ്ങനെ പറയാം, ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്ത് വാട്ടർ ഫോം ചെയ്യും. രണ്ടാമത്തെ റിയാക്ഷൻ ഡിഫറെൻ്റ് ആണ്. സോഡിയം ഹൈഡ്രോക്സൈഡും HCl കൂടെ റിയാക്ട് ചെയ്ത് NaCl വാട്ടറും ഫോം ചെയ്യുന്നു. അപ്പോൾ രണ്ട് ഡിഫറെൻറ്റ് റിയാക്ഷനാണ്. ഈ രണ്ട് റിയാക്ഷനിലും ഫോം ചെയ്ത ഒരു പ്രോഡക്റ്റ് ഉണ്ട്, കോമൺ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ട്. നിങ്ങളത് ഐഡൻറ്റിഫൈ ചെയ്തല്ലോ, വാട്ടറാണ്. അപ്പം രണ്ട് ഡിഫറെൻറ്റ് മെത്തേഡ്സിൽ വാട്ടർ എന്ന് പറയുന്ന ഒരു സെയിം കോമ്പൗണ്ട് ഫോം ചെയ്യുന്നു. ഇനി നമ്മുടെ സ്റ്റേറ്റ്മെന്റിന്റെ ആദ്യത്തെ പാർട്ട് നോക്കി, ഇറസ്പെക്റ്റീവ് ഓഫ് ദ സോഴ്സ്. നോക്കിയേ, വാട്ടർ ഫോം ചെയ്ത സോഴ്സ് ഓഫ് റിയാക്ഷൻ ഡിഫറെൻ്റ് ആണ്. സെയിം കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻസ് സെയിം എലമെന്റ്സ്. ഇതിനകത്തൊരു സെയിം കോമ്പൗണ്ട് ഉണ്ടല്ലോ, H2O. ആ H2O വാട്ടർ എന്ന് പറയുന്നതിലെ എലമെന്റ്സ് ഏതൊക്കെയാണ്? ഹൈഡ്രജനും ഓക്സിജനും അല്ലേ? ആദ്യത്തെ മെത്തേഡിൽ ഫോം ചെയ്ത വാട്ടറിന്റെ എലമെന്റ്സ് ഹൈഡ്രജനും ഓക്സിജനും അല്ലേ? ഇനി രണ്ടാമത്തെ മെത്തേഡ് ഒരു ഡിഫറെന്റ് മെത്തേഡ് ആണെങ്കിലും അവിടെ ഫോം ചെയ്ത വാട്ടറിന്റെ അകത്തെ എലമെന്റ്സ് ഹൈഡ്രജനും ഓക്സിജനും അല്ലേ? അല്ലാതെ കാർബണോ ഓക്സിജനോട് ചേർന്ന് വാട്ടർ ഉണ്ടാവില്ലല്ലോ. അപ്പൊ എങ്ങനെയാണ് ഫോം ചെയ്തതെങ്കിലും, ഏത് സോഴ്സ് വഴിയാണ് ഈ സെയിം കോമ്പൗണ്ട് ആയിട്ടുള്ള വാട്ടർ ഫോം ചെയ്തതെങ്കിലും വാട്ടറിന്റെ അകത്തെ എലമെന്റ്സ് എപ്പോഴും ഹൈഡ്രജനും ഓക്സിജനും ആയിരിക്കും. ഏത് സോഴ്സ് എന്നുള്ളതിനെ അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അടുത്ത പാർട്ടായിട്ട് ലോ പറയുന്നതാണ്, ഈ എലമെന്റ്സ്, ഈ ഹൈഡ്രജനും ഓക്സിജനും എന്ന് പറയുന്ന എലമെന്റ്സ് കമ്പൈൻ ചെയ്തിരിക്കുന്ന ഒരു സെയിം ഫിക്സ്ഡ് പ്രൊപ്പോർഷൻ ബൈ മാസിലായിരിക്കും. ഈ രണ്ട് എക്സാമ്പിളിലും ആ ഫിക്സ്ഡ് പ്രൊപ്പോർഷൻ ബൈ മാസ് ആണ് ഞാൻ ഇവിടെ കൊടുത്തേക്കുന്നത്, 1:8. അതായത് 1 ഗ്രാം ഹൈഡ്രജനും 8 ഗ്രാം ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്താണ് വാട്ടർ ഫോം ചെയ്യുന്നത്. ഈ ചുരുക്കത്തിൽ പറഞ്ഞാൽ വാട്ടർ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഏത് മെത്തേഡിൽ കൂടെ ഫോം ചെയ്താലും, നമുക്ക് പല മെത്തേഡ്സ് കൊടുക്കാൻ പറ്റും, ഏത് മെത്തേഡിലൂടെ ഫോം ചെയ്താലും വാട്ടർ എന്ന് പറയുന്ന കോമ്പൗണ്ടിൻ്റെ അകത്തെ ഹൈഡ്രജനും ഓക്സിജനും എന്ന് പറയുന്ന എലമെന്റ് കാണുന്നു, എങ്ങനെയൊക്കെ ഫോം ചെയ്താലും. ഇനി ആ ഹൈഡ്രജൻ ഓക്സിജൻ കമ്പൈൻ ചെയ്ത റേഷ്യോ എങ്ങനെയായിരിക്കണം? 1:8. 1 ഗ്രാം ഹൈഡ്രജൻ 8 ഗ്രാം ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തായിരിക്കണം വാട്ടർ എപ്പോഴും ഫോം ചെയ്യുന്നത്. ഇതാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. നമുക്കൊന്നുകൂടെ ലോ ഒന്ന് കേൾക്കാം. ഇറസ്പെക്റ്റീവ് ഓഫ് ദ സോഴ്സ്, സെയിം കോമ്പൗണ്ട് ഓൾവേസ്
contains same elements combined in the same fixed proportion by mass. ഏത് സോഴ്സിൽ കൂടെ ഉണ്ടായി എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യാതെ ഒരേ കോമ്പൗണ്ടിൻ്റെ അകത്ത് എപ്പോഴും ഒരേ ടൈപ്പ് എലമെൻറ്റ്സ് ആയിരിക്കും ഉള്ളത്. ആ എലമെൻറ്റ്സ് ഈ എല്ലാ എക്സാമ്പിളിലും ഫോം ചെയ്തത് ഒരേ റേഷ്യോയിലായിരിക്കും. ഇനി നമുക്കിവിടെ വേറെ ഒരു സ്റ്റേറ്റ്മെൻ്റ് കൂടെ ഉണ്ട് ഇതിന്. ഞാൻ ആ സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് പറയുകയാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. Given compound always contains exactly the same proportion of elements by weight. പഴയത് തന്നെയാണ്, അതിനെ ഒരു ഡിഫറെൻറ്റ് സെൻറ്റൻസിൽ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. Given compound always contains exactly the same proportion of elements by weight. ഇച്ചിരി എളുപ്പമാണതല്ലേ? Given compound അത് വാട്ടറാണ്. Always contains exactly the same proportion of elements by weight. 1:8 എന്ന് പറയുന്നതാണ് വാട്ടറിൻ്റെ അകത്തെ എലമെൻസിൻ്റെ പ്രൊപ്പോർഷൻ. Given compound always contains exactly the same proportion of elements by weight. ഒരേ കോമ്പൗണ്ട് അതിനകത്തുള്ള എലമെൻസിൻ്റെ മാസ് ബൈ റേഷ്യോ എപ്പോഴും ഒരുപോലെ ആയിരിക്കും. ഇനി ഞാൻ വേറൊരു എക്സാമ്പിൾ കൂടെ പറയുകയാണ്. കാൽഷ്യം കാർബണേറ്റ് എന്ന് പറയുന്ന സാധനം അത് പല ഫോമിലുണ്ട്. നമ്മുടെ തറയിലൊക്കെ ഇടുന്ന മാർബിൾ എന്ന് പറയുന്ന സാധനം കാൽഷ്യം കാർബണേറ്റ് ആണ്. ബോർഡിൽ നമ്മൾ എഴുതാൻ ഉപയോഗിക്കുന്ന ചോക്ക് എന്ന് പറയുന്നു കാൽഷ്യം കാർബണേറ്റ് ആണ്. അപ്പം നോക്കിയേ, രണ്ട് ഡിഫറെൻറ്റ് സോഴ്സ് ആണ് പറഞ്ഞതിൻ്റെ അർത്ഥം. കാൽഷ്യം കാർബണേറ്റ് എന്ന് പറയുന്നത് മാർബിളായിട്ട് കാണാം, അതുപോലെ തന്നെ കാൽഷ്യം കാർബണേറ്റ് എന്ന് പറയുന്നത് ചോക്കായിട്ട് കാണാം. ഇതിൽ ഒരെണ്ണം ഒരു നാച്ചുറൽ സോഴ്സ് ആണെന്ന് കരുതുക. ഈ മാർബിൾ ഒരു നാച്ചുറൽ സോഴ്സ് ആണ് എന്ന് കരുതുക. ചോക്ക് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ ഒരു നാച്ചുറൽ സോഴ്സ് കാൽഷ്യം കാർബണേറ്റിനുണ്ട്, ഒരു ആർട്ടിഫിഷ്യൽ സോഴ്സും കാൽഷ്യം കാർബണേറ്റിനുണ്ട്. ഈ ലോ പറയുന്നത് എന്താ? ഏത് സോഴ്സ് ആണെങ്കിലും ആ കാൽഷ്യം കാർബണേറ്റ് എന്ന് പറയുന്ന ആ സെയിം സാധനത്തിൻ്റെ അകത്തെ എലമെൻറ്റ്സ് എപ്പോഴും ഒന്ന് തന്നെയായിരിക്കും. ആ എലമെൻറ്റ്സ് അതൊക്കെയാണ്. കാൽഷ്യം കാർബണേറ്റിൻ്റെ ഫോർമുല ഇതാണ്, CaCO3 എന്നാണ് എഴുതുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിലെ എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കി പറഞ്ഞേ. കാൽഷ്യം, കാർബൺ, ഓക്സിജൻ. അപ്പം നാച്ചുറൽ സോഴ്സ് ആയിട്ടുള്ള മാർബിളിൻ്റെ അകത്തും ആർട്ടിഫിഷ്യലായിട്ട് പ്രിപ്പയർ ചെയ്ത ചോക്ക് എന്ന് പറയുന്ന കാൽഷ്യം കാർബണേറ്റിൻ്റെ അകത്തും ഈ 3 എലമെൻറ്റേ കാണുകയുള്ളൂ, കാൽഷ്യവും കാർബണും ഓക്സിജനും. ഇത് കമ്പൈൻ ചെയ്യുന്ന മാസിൻ്റെ റേഷ്യോ ഇങ്ങനെ ആയിരിക്കും. കാർബൺ 38.91% കാണും, ഓക്സിജൻ 9.74% കാണും, കോപ്പർ 51.35% കാണും. അത് നാച്ചുറൽ സോഴ്സ് ആയാലും സിന്തറ്റിക് ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തെടുത്ത സോഴ്സ് പ്രിപ്പയർ ചെയ്തതായാലും ഈ പറയുന്ന റേഷ്യോയിലായിരിക്കും കാർബണും ഓക്സിജനും കാൽഷ്യവും അതിൻ്റെ അകത്തുള്ളത്. അപ്പം നോക്കി, ഒരേ കോമ്പൗണ്ട് എങ്ങനെയൊക്കെ ഫോം ചെയ്താലും ശരി അതിൻ്റെ അകത്തുള്ള എലമെൻറ്റ്സ് എപ്പോഴും ഒരുപോലെ ആയിരിക്കും. ആ എലമെൻറ്റിൻ്റെ കമ്പൈൻ ചെയ്യുന്ന റേഷ്യോ അല്ലെങ്കിൽ അതിൻ്റെ പെർസെൻറ്റേജ് അതും എപ്പോഴും ഒരുപോലെ ആയിരിക്കും. ഇതാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. നമ്മുടെ അടുത്ത പോയിന്റ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ പ്രൊപ്പോസ് ചെയ്ത സയൻറ്റിസ്റ്റാണ് ജോൺ ഡാൾട്ടൺ. നമ്മൾ പഠിക്കുന്ന 4 ലോയിലും ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ലോയാണ് ഈ ജോൺ ഡാൾട്ടൻ്റെ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ഞാൻ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുകയാണ്. When 2 elements combines to form more than one compound, the different mass of one of the element that combines with a fixed mass of the other bears a simple whole number ratio. ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതാണ്, ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, എന്നിട്ട് മലയാളത്തിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. When 2 elements combines to form more than one compound, 2 എലമെന്റ് കമ്പൈൻ ചെയ്ത് ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ട് ഉണ്ടാകുമ്പോൾ the mass of one of the element that combines with a fixed mass of the other, ആ 2 എലമെന്റ്സിലെ ഒരു എലമെന്റിന്റെ മാസ് കമ്പൈൻ ചെയ്യുന്ന മറ്റേ എലമെന്റിന്റെ മാസ് ഫിക്സ്ഡ് ആണെങ്കിൽ
there exists a simple whole number ratio between the masses of different mass of the element which is having different mass. ഈ ഡിഫറെൻറ്റ് മാസ്സുള്ള എലമെൻറ്റിൻ്റെ മാസ് തമ്മിൽ ഒരു സിമ്പിൾ റേഷ്യോ കാണും. ഒന്നുകൂടെ പറയുകയാണെ, when two elements combines to form more than one compound, the mass of one of the element which combines with a fixed mass of the other bears a simple whole number ratio. രണ്ട് എലമെൻറ്റ് കമ്പൈൻ ചെയ്ത് ഒന്നിൽ കൂടുതൽ പ്രോഡക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ അതിലെ ആ രണ്ട് എലമെൻറ്റിൽ ഒരു എലമെൻറ്റിൻ്റെ മാസ് മറ്റേ എലമെൻറ്റിൻ്റെ ഫിക്സ്ഡ് മാസോട് കമ്പൈൻ ചെയ്യുന്ന ആ എലമെൻറ്റിൻ്റെ മാസിൻ്റെ റേഷ്യോ ഒരു സിമ്പിൾ റേഷ്യോ ആയിരിക്കും. നമുക്കിവിടെ നോക്കാം. രണ്ട് എക്സാമ്പിളുകൾ. ഞാൻ ആ ലോയെ 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോ പാർട്ടും എക്സ്പ്ലെയിൻ ചെയ്യും. നമ്മുടെ ആദ്യത്തെ പാർട്ട് എങ്ങനെയാണ്? when two elements combines to form more than one compound. നമുക്കിവിടെ നോക്കാം. ഇത് കാർബൺ ഓക്സൈഡ് എന്ന് പറയുന്ന എലമെൻ്റാണ്. പ്രോഡക്ട്സ് നോക്കി, കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും ഉണ്ട്. അപ്പോൾ രണ്ട് എലമെൻറ്റ് കമ്പൈൻ ചെയ്ത് ഒന്നിൽ കൂടുതൽ പ്രോഡക്റ്റ് ഉണ്ടായി. ഇനി ഇത് നോക്കിക്കേ, വീണ്ടും രണ്ട് എലമെൻറ്റ് ഹൈഡ്രജൻ ഓക്സിജൻ അത് കമ്പൈൻ ചെയ്ത് ഒന്നിൽ കൂടുതൽ പ്രോഡക്റ്റ് ഉണ്ടായി. അപ്പോൾ ഈ മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്ന ലോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഈ ഒരു സിറ്റുവേഷനിലാണ്. രണ്ട് എലമെൻറ്റ് കമ്പൈൻ ചെയ്ത് ഒന്നിൽ കൂടുതൽ പ്രോഡക്റ്റ് ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ അവിടെ അപ്ലൈ ചെയ്യും. ഇതാണ് ആദ്യത്തെ പാർട്ട്. ടു എലമെന്റ്സ് കമ്പൈൻസ് ടു ഫോം മോർ ദാൻ വൺ കോമ്പൗണ്ട്. അടുത്ത പാർട്ട് നോക്കി, ഈ കാർബൺ ഡൈ ഓക്സൈഡിലെയും കാർബൺ മോണോക്സൈഡിലെയും എലമെന്റ്സ് കാർബൺ ഓക്സിജൻ അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അകത്തുള്ള കാർബണിൻ്റെ വെയിറ്റ് 12 ഗ്രാമാണ്, ഓക്സിജൻ്റെ വെയിറ്റ് 32 ഗ്രാമാണ്. കാർബൺ മോണോക്സൈഡിൻ്റെ അകത്തുള്ള കാർബണിൻ്റെ വെയിറ്റ് 12 ഗ്രാമാണ്, ഓക്സിജൻ്റെ വെയിറ്റ് 16 ഗ്രാമാണ്. അപ്പോൾ ഇത് എങ്ങനെ വന്നത് എന്ന് നിങ്ങൾക്കൊരു സംശയം കാണും. എങ്ങനെയാണ് ഈ 12 ഗ്രാം ഉണ്ടായത്, 32 ഗ്രാം ഉണ്ടായത്, അല്ലെ 16 ഗ്രാം എങ്ങനെയായത്? ഇതൊക്കെ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കാത്ത കാര്യമാണ്. അത് നമ്മൾ മുന്നോട്ട് പഠിച്ചു കഴിയുമ്പം ആ സംഭവം വന്ന് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ക്ലിയർ ആകും. തൽക്കാലം അതൊന്നും ചിലർക്കൊക്കെ അറിയാമായിരിക്കാം, എന്നാലും ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. 12 ഗ്രാം കാർബൺ ഈ കാർബൺ ഡൈ ഓക്സൈഡിലുണ്ട്, 32 ഗ്രാം ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യാൻ ഉപയോഗിച്ചു. എന്നാൽ കാർബൺ മോണോക്സൈഡിൽ 12 ഗ്രാം കാർബണും 16 ഗ്രാം ഓക്സിജനുമാണ് വേണ്ടിയിരുന്നത്. ഇനി ഇവിടെ നോക്കി, ഈ വാട്ടറിൻ്റെ അകത്ത് 2 ഗ്രാം ഹൈഡ്രജനും 16 ഗ്രാം ഓക്സിജനുമാണ് കമ്പൈൻ ചെയ്യുന്നത്. എന്നാൽ ഹൈഡ്രജൻ പെറോക്സൈഡ് H2O2 ഉണ്ടാകാൻ 2 ഗ്രാം ഹൈഡ്രജനും 32 ഗ്രാം ഓക്സിജനുമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ സെക്കൻഡ് പാർട്ട് ഒന്ന് നോക്കാം. The mass of one of the element which combines with a fixed mass of the other. ഈ രണ്ട് എലമെന്റിലെ ഒരു എലമെന്റിന്റെ മാസ് അത് കമ്പൈൻ ചെയ്യുന്ന മറ്റേ എലമെന്റിന്റെ മാസ് ഫിക്സ്ഡ് ആണ്. അപ്പോൾ നോക്കി, ഫിക്സ്ഡ് മാസ് ഉള്ള ഈ കാർബണിനല്ലേ 12 ഗ്രാം, ഓക്സിജന്റെ മാസ് ഡിഫറെന്റ് അല്ലേ? ഇനി ഇവിടെ നോക്കി, ഫിക്സ്ഡ് മാസ് ഉള്ള ഹൈഡ്രജൻ അല്ലേ, ഓക്സിജന്റെ മാസ് ഡിഫറെന്റ് അല്ലേ? അപ്പോൾ ഒന്നുകൂടെ സെക്കൻഡ് പാർട്ട് കേട്ടി, the mass of one of the element which combines with a fixed mass of the other. ഇനി നമ്മൾ അടുത്ത ചെയ്യേണ്ടത് ഈ ഡിഫറെന്റ് മാസ് ഉള്ളതിന്റെ മാസിന്റെ റേഷ്യോ എടുക്കണം. 32:16. 32നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 2:1 അല്ലേ? ഇവിടെ നോക്കി, ഡിഫറെന്റ് മാസ് ഉള്ള ഓക്സിജൻ അല്ലേ, 16ഉം 32. അപ്പോൾ 16/32 1:2 അല്ലേ? അതൊരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ അല്ലേ? ഇതാണല്ലോ പറയുന്നത്. ഒന്നുകൂടെ ആദ്യം മുതൽ ശ്രദ്ധിക്കുക. ഞാൻ ഈ എക്സാമ്പിൾ വെച്ചാണ് ഇപ്പം കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നിങ്ങൾ ഈ എക്സാമ്പിളിനെ ഫോക്കസ് ചെയ്യുക. ഇതേ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. When two elements combines to form more than one compound, the different mass of one of the element that combines with the fixed mass of the other, that means the element which is having a different mass, which is oxygen, take the ratio of mass of that oxygen. It will be a simple whole number ratio. Another example നോക്കാം. When two elements combines to form more than one compound, the different mass of one of the element which combines with a fixed mass of the other will be a simple one number ratio. ഇതാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്ന സാധനം. അല്പം ബുദ്ധിമുട്ടുള്ളതാണ്, എന്നാലും അത് പഠിക്കുക. ഒന്നുകൂടെ സ്റ്റേറ്റ്മെന്റ് പറയുകയാണ്. When two elements
combines to form more than one compound, the different mass of one of the element that combines with a fixed mass of the other bears a simple whole number ratio. Laws of chemical combination le nammude നാലാമത്തെ law ആണ് Gay-Lussac's law of gaseous volume. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോ ആണ്. അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഞാൻ ഒരു രണ്ട് എക്സാമ്പിൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എക്സാമ്പിൾ ഒക്കെ നോക്കാം. നൈട്രജൻ റിയാക്ട്സ് വിത്ത് ഹൈഡ്രജൻ ടു ഫോം അമോണിയ. അടുത്ത ഹൈഡ്രജൻ റിയാക്ട്സ് വിത്ത് ക്ലോറിൻ ടു ഫോം ഹൈഡ്രജൻ ക്ലോറൈഡ്. നിങ്ങൾ ആ റിയാക്റ്റന്റിനെയും പ്രോഡക്റ്റിനെയും ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. ഒരു പ്രത്യേകത എവിടെയുണ്ട്? എല്ലാം ഗ്യാസാണ്. ഈ ജീന്ന് കളിച്ചിരിക്കുന്നത് ഗ്യാസ് ആണെന്നേ അർത്ഥം. നൈട്രജൻ ഒരു ഗ്യാസാണ്, ഹൈഡ്രജനും ഗ്യാസാണ്, പ്രോഡക്റ്റ് ആയിട്ടുണ്ടായ അമോണിയയും ഗ്യാസാണ്. രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കി. റിയാക്റ്റൻ്റ് ആയിട്ടുള്ള ഹൈഡ്രജനും ക്ലോറിനും ഗ്യാസാണ്, HCl-ഉം ഗ്യാസാണ്. ഇവിടെ നോക്കി ഗേഷ്യസ് വോളിയം. അപ്പോൾ ഈ Gay-Lussac's ലോ അപ്ലൈ ചെയ്യുന്നത് റിയാക്റ്റൻറ്റും പ്രൊഡക്റ്റും ഗ്യാസ് ആണെങ്കിലാണ് ഈ Gay-Lussac's ലോ അപ്ലൈ ചെയ്യുന്നത്. റിയാക്റ്റൻറ്റോ പ്രോഡക്റ്റോ ഏതെങ്കിലും ഒരെണ്ണം ലിക്വിഡോ സോളിഡോ ആണെങ്കിൽ ഈ ലോ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പം ലോ പറയുന്നതാണ്. ലോയുടെ സ്റ്റേറ്റ്മെന്റിലേക്ക് ഞാൻ പോവുകയാണ്. When gases combines to form gaseous product, there exists a simple whole number ratio between the volumes of reactants and products. ഗ്യാസ് കമ്പൈൻ ചെയ്ത് ഗേഷ്യസ് പ്രോഡക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ ആ റിയാക്ഷനിലെ റിയാക്റ്റൻറ്റും പ്രോഡക്റ്റുമായിട്ട് ഒരു സിമ്പിൾ വോൾ നമ്പർ റേഷ്യോ കാണും. ആ സിമ്പിൾ വോൾ നമ്പർ റേഷ്യോ ഞാൻ ഇവിടെ എഴുതുകയാണ്. 1:3:2. ഇതിന്റെ കേസിൽ 1:1:2. ഇതാണ് സിമ്പിൾ വോൾ നമ്പർ റേഷ്യോ. അത് എങ്ങനെ പെട്ടെന്ന് എഴുതിയത് എന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ നമ്മളൊന്നും ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ എഴുതിയിട്ടില്ല. ഒന്നും എഴുതിയിട്ടില്ല, പണ്ടെന്ന് അർത്ഥം. 1:3:2. ഇവിടെ ഒന്നും എഴുതിയിട്ടില്ല. അപ്പൊ 1 അല്ലേ? 1:1:2. അപ്പൊ ആ റിയാക്ഷനിലെ റിയാക്റ്റന്റിന്റെയും പ്രോഡക്റ്റിന്റെയും നമ്പർ ഓഫ് മോൾസ് ആണ് റേഷ്യോ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ ഇവിടെ കൊടുക്കുകയാണ്. ആ റിയാക്ഷന്റെ റേഷ്യോ നിങ്ങൾ തന്നെയൊന്ന് കണ്ടുപിടിക്കാൻ നോക്കണം. റിയാക്ഷൻ ആണ്. എല്ലാം ഗ്യാസ് ആണ്. അപ്പൊ അതിന്റെ റേഷ്യോ എന്താണ് എന്നൊന്ന് പറഞ്ഞു. 2:1:2. ഇതാണ് അതിന്റെ സിമ്പിൾ വോൾ നമ്പർ റേഷ്യോ. ഇനി അതിനൊരു മീനിങ് ഉണ്ട്. ആ മീനിങ്ങോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ലോ കംപ്ലീറ്റ് ആവുകയാണ്. അതായത് 1 ലിറ്റർ നൈട്രജൻ 3 ലിറ്റർ ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്ത് 2 ലിറ്റർ അമോണിയ ഫോം ചെയ്യും. ഇതാണ് അതിന്റെ മീനിങ്. നിങ്ങളുടെ കയ്യിൽ 1 ലിറ്റർ നൈട്രജൻ ഉണ്ടെങ്കിൽ അതുമായിട്ട് കമ്പയർ ചെയ്യാൻ നമുക്ക് 3 ലിറ്റർ ഹൈഡ്രജൻ വേണം. അത് നമ്മൾ റിയാക്ട് ചെയ്യും. അമോണിയ എത്ര ലിറ്റർ ഉണ്ടാകും? 2. അപ്പൊ ഇവിടെ നോക്കി, നിങ്ങളുടെ കയ്യിൽ 5 ലിറ്റർ ഹൈഡ്രജൻ ഉണ്ട്. എത്ര ലിറ്റർ ക്ലോറിൻ നിങ്ങൾക്ക് വേണം? 1 ലിറ്റർ ഉണ്ടെങ്കിൽ 1 ലിറ്റർ തന്നെ വേണ്ടേ? അപ്പൊ 5 ലിറ്റർ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ അതുമായിട്ട് റിയാക്ട് ചെയ്യാൻ വേണ്ട ക്ലോറിൻ്റെ വോളിയം 5 ലിറ്റർ തന്നെ ആയിരിക്കണം. അപ്പൊ എത്ര ലിറ്റർ HCl ഉണ്ടാകും? 1 ലിറ്റർ നമ്മളെടുത്താൽ 2 ലിറ്റർ ഉണ്ടാകും. 5 ലിറ്റർ അപ്പോൾ എടുത്താലോ അതിൻ്റെ ഇരട്ടി 10 ലിറ്റർ. 1ന്റെ ഇരട്ടിയല്ലേ 2. അപ്പം 5 എടുത്താൽ 10 ലിറ്റർ HCl ഉണ്ടാകും. നമുക്കിവിടെ നോക്കാം. നിങ്ങളുടെ കയ്യിൽ ഒരു 30 ലിറ്റർ ഓക്സിജൻ ഉണ്ട്. നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഇതാണ്, ഈ 30 ലിറ്റർ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യാൻ വേണ്ട സൾഫർ ഡയോക്സൈഡിന്റെ വോളിയം എത്രയാണ്? നമുക്ക് ഈ Gay-Lussac's ലോയ്ക്കകത്തുനിന്ന് കിട്ടും. സൾഫർ ഡയോക്സൈഡും ഓക്സിജനുമായിട്ടുള്ള റേഷ്യോ 2:1 ആണ്. അതായത് 2 ലിറ്റർ സൾഫർ ഡയോക്സൈഡ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുമായിട്ട് റിയാക്ട് ചെയ്യാൻ 1 ലിറ്റർ ഓക്സിജൻ വേണം. അപ്പൊ നിങ്ങളുടെ കയ്യിൽ എത്ര സൾഫർ ഡയോക്സൈഡ് ഉണ്ടോ അതിന്റെ പകുതി ഓക്സിജൻ വേണം.
നേരെ തിരിച്ച് പറഞ്ഞാലോ, എത്ര ഓക്സിജൻ ഉണ്ടോ അതിൻ്റെ ഇരട്ടി സൾഫർ ഡൈ ഓക്സൈഡ് വേണം. അപ്പം നിങ്ങളുടെ കയ്യിൽ എത്ര ലിറ്റർ ഓക്സിജൻ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്? 30. അപ്പോൾ സൾഫർ ഡൈ ഓക്സൈഡ് എത്ര വേണം? അതിൻ്റെ ഇരട്ടി 60 ലിറ്റർ സൾഫർ ഡൈ ഓക്സൈഡ് ഉണ്ടെങ്കിൽ 30 ലിറ്റർ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് സൾഫർ ട്രയോക്സൈഡ് എത്രയുണ്ടാകും? 1:2 അല്ലേ അതിൻ്റെ റേഷ്യോ. അതായത് നിങ്ങളുടെ കയ്യിൽ എത്ര ലിറ്റർ ഓക്സിജൻ ഉണ്ടോ അതിൻ്റെ ഇരട്ടി സൾഫർ ട്രയോക്സൈഡ് ഉണ്ടാകും. നമ്മുടെ കയ്യിൽ 30 ലിറ്റർ ഓക്സിജൻ അല്ലേ, അപ്പോൾ അതിൻ്റെ ഇരട്ടി 60 ലിറ്റർ സൾഫർ ട്രയോക്സൈഡ് ഫോം ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മളുടെ 4 ലോസ്. ലോയുടെ പേരും ഒന്നുകൂടെ പറയുകയാണ്. അപ്പോൾ ഇവിടെ ലോ പ്രപ്പോസ് ചെയ്ത ആരാന്ന് ഞാൻ പറഞ്ഞില്ല, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പ്രപ്പോസ് ചെയ്ത ആളുടെ പേരിൽ തന്നെയാണ് ലോ അറിയപ്പെടുന്നത്. ഗേ-ലുസാക്ക് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ്. അപ്പോൾ 4 ലോയുടെ പേര് ഒന്നുകൂടെ പറയുകയാണ്. ലോ ഓഫ് conservation of mass proposed by Lavoisier. Law of definite proportion proposed by Joseph Proust. Law of multiple proportion proposed by John Dalton. Gay-Lussac's law of confining volume. ഇതാണ് കെമിക്കൽ കോമ്പിനേഷൻ്റെ 4 ലോസ്. താങ്ക് യു.